നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും മാറി മാറി നിന്ന ചരിത്രമാണ് കേരള കോൺഗ്രസ് പാർട്ടികൾക്ക്. പിളരുംതോറും വളരുകയും വളരുംതോറും പിളരുകയും ചെയ്യുന്ന പാർട്ടി എന്നാണ് നമ്മൾ പറയാറുള്ളത്. 1979 കെ എം മാണി കേരള കോൺഗ്രസ് എം രൂപീകരിച്ച ശേഷമുള്ള മുന്നണി സമവാക്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 1979 കേരള കോൺഗ്രസ് എമ്മിന്റെ രൂപീകരണം ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് എം അന്ന് UDF-നൊപ്പമാണ്, PJ ജോസഫ് വിഭാഗം LDF-നൊപ്പവും അന്ന് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. 1980 ആയപ്പോഴേക്കും അത് മുന്നണി മാറ്റത്തിലേക്ക്, തൊട്ടടുത്ത വർഷം മുന്നണി മാറ്റത്തിലേക്ക് കടക്കുന്നു. കേരള കോൺഗ്രസ് എം LDF ഒപ്പം എത്തുകയാണ്. PJ ജോസഫ് വിഭാഗം അതാ UDF-ലേക്ക് എത്തുകയും ചെയ്യുന്നു. 1982 വീണ്ടും മുന്നണി മാറ്റം ഉണ്ടാകുന്നതാണ് കാണുന്നത്. കേരള കോൺഗ്രസ് എം UDF-ൽ 3 ഗ്രൂപ്പുകളും പ്രത്യേകം പാർട്ടികളായി UDF-ൽ തുടരുന്നതും നമ്മൾ കാണുകയാണ്. 1985 ആയപ്പോഴേക്കും ഐക്യ കേരള കോൺഗ്രസ് മാണി ജോസഫ് പിള്ള വിഭാഗങ്ങൾ ഒന്നിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഐക്യ കേരള കോൺഗ്രസ് എം UDF-നൊപ്പം നിൽക്കുന്നതും കാണുകയും ചെയ്തു. 1985 കഥ അതായിരുന്നെങ്കിൽ 1989 ആയപ്പോഴേക്കും മാറ്റമില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്നു. PJ ജോസഫ് വിഭാഗം LDF-നൊപ്പം, പിള്ള മാണി ഗ്രൂപ്പുകൾ UDF-നൊപ്പം എത്തുന്നതും കണ്ടു. 2010 ആയപ്പോഴേക്കും കേരള കോൺഗ്രസ് ലയനം വീണ്ടും ലയിച്ച് മാണി ജോസഫ് ഗ്രൂപ്പുകൾ വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറിയതാണ്. 2010 ലയനം ഐക്യ കേരള കോൺഗ്രസ് എം UDF-നൊപ്പമാണ് അന്ന് നിന്നത്. 2020 ആയപ്പോഴേക്കും വീണ്ടും പിളർപ്പും മുന്നണി മാറ്റവും ഒക്കെ കണ്ടു. ജോസ് കെ മാണി വിഭാഗം LDF-നൊപ്പം നിന്നു, PJ ജോസഫ് വിഭാഗം UDF-നൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. വീണ്ടും ഇതാ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ജോസ് കെ മാണി വിഭാഗം LDF വിട്ട് UDF-നൊപ്പം എത്തുകയാണെങ്കിൽ വീണ്ടും പിളരുമോ വളരുമോ എന്നൊക്കെ തന്നെ നമുക്ക് അറിയണം. ഏതായാലും പാർട്ടിയിൽ 2 തട്ടിലാണ് നേതാക്കളുള്ളത്. ഒരു പിളർപ്പിലേക്കെന്നുള്ള സൂചന തന്നെയാണ്. മറുഭാഗത്ത് PJ ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് എന്താണ് എന്ന് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയുടെ ഭാവി അത് എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം.